വിദേശത്തു നിന്ന് വരുന്ന സംഭാവന നിയന്ത്രിക്കുന്നതിനുള്ള നിയമം, അതിന്റെ ഭേദഗതി നിയമം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചൂട് പിടിച്ച വിഷയമായി മാറിയിട്ടുണ്ട്. ആര്യ, ഇതെങ്ങനെയാണ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രധാനമായിട്ടും പ്രതിരോധത്തിൽ നിൽക്കുന്നത് കേന്ദ്ര സർക്കാരും BJP-യുമാണ്. CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് ഈ പുതിയ ഭേദഗതി എതിർക്കുകയാണ്. ആർക്കാണ് പരാതിയുള്ളത്? പരാതിയുള്ളത് ചില ക്രിസ്ത്യൻ സഭകൾക്കും ചില ബിഷപ്പുമാർക്കുമാണ്. ചില എന്നുള്ളത് അണ്ടർലൈൻഡ് തന്നെയാണ്, എല്ലാവർക്കുമില്ല. ഇത് ആദ്യമായിട്ട് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന സ്വീകരിക്കുന്നത് സുപ്രീം കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതിയിൽ പോയ സമയത്ത് ഇതൊരു മൗലിക അവകാശമല്ല, ഇതിൽ പാർലമെന്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഭേദഗതി ചെയ്യാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ലീഗൽ സ്റ്റാൻഡിംഗ്. അപ്പോൾ ഭേദഗതി ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്, 2010 ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് അതിനു മുൻപ് 2010 ചെയ്ത കാര്യമാണ് ഞാൻ പറയാം. 2010 ചെയ്ത സമയത്തിന് മുൻപ് ഈ വിദേശ സംഭാവന വരുന്നതിന്റെ 50% വരെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചെലവുകൾക്ക് ഉപയോഗിക്കാമായിരുന്നു. ആ ഭേദഗതിക്ക് ശേഷം അത് 20% കുറച്ചു. അങ്ങനെ ഇതിനു മുൻപ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പരാതി ചില ക്രിസ്ത്യൻ മിഷണറികൾക്കാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്ത്യൻ ആളുകൾ മാത്രമല്ല വിദേശത്ത് നിന്ന് ചാരിറ്റിക്ക് വേണ്ടി NGO നടത്താൻ വേണ്ടി സംഭാവന സ്വീകരിക്കും. ഉദാഹരണത്തിന് മാതാ അമൃതാനന്ദമായി വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന, അവരുടെ ആതുര സേവനങ്ങൾക്ക് ഫണ്ട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സംവിധാനമാണ്. പക്ഷേ അവർക്കൊന്നും ഈ പരാതിയില്ല. പരാതിയുള്ളത് ചില ബിഷപ്പുമാർക്കാണ്. അതിന് കൃത്യമായ കാരണം വേണമെങ്കിൽ ഈ 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷം ഇപ്പം മതപരിവർത്തന ബിൽ, അതൊക്കെയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ സഹമന്ത്രി നിത്യാനന്ദ റായ് ഇത് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് വലിയ ഒച്ചപ്പാടും ബഹളം ഉണ്ടാകുന്നു. അവർ പറഞ്ഞു ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായ ബില്ലാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശരിയാണ്, ഇത് അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവർക്ക് അപകടകരമായതാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് മതപരിവർത്തനം പോലുള്ള പരിപാടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്കും ഇത് അപകടകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മതപരിവർത്തനം എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തിലാണോ ഇത് ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്? അതിനുള്ള ഉത്തരവ് ആ ചോദ്യത്തിൽ തന്നെയാണ്. 2014 കേന്ദ്രത്തിൽ മോദി സർക്കാർ വന്നതിന് ശേഷം BJP ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങളിൽ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ബില്ല് കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെട്ട വാർത്തകൾ, പാസ്റ്റർമാർ ആക്രമിക്കപ്പെട്ട വാർത്തകൾ, അതൊക്കെ ഈ ക്രിസ്ത്യൻ മിഷണറിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പരാതിയുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ പരാതി വരുന്ന ഈ സർക്കാർ ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സർക്കാർ ഏറ്റെടുത്താൽ ആരാധനാലയങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഇതിൽ കുറെ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ ഫണ്ട് അത് ഡൈവേർഷൻ ചെയ്താൽ അതെന്താണെന്ന് കൃത്യമായി കാണിക്കണം. ഫണ്ട് ഡൈവേർഷൻ ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ എന്തുകൊണ്ടെന്നുണ്ട്. ഈ ആതുര സേവനത്തിനാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, അതിൽ ചോദ്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഇനി മുതൽ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ അത് എന്ത് സേവനത്തിന് ഉപയോഗിച്ചു എന്ന് കൃത്യമായി കാണിക്കണം. അത് കഴിഞ്ഞ് ഇതിന്റെ വരവ് എങ്ങനെയാണ്, ആ വരവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് എൻക്വയറി ഉണ്ടാകും. നിങ്ങൾ പറയുകയാണ് ഇത് ഉപയോഗിച്ച് ഞാനൊരു സ്കൂൾ തുറന്നു, ആ സ്കൂൾ കാണിക്കണം. ഫീൽഡ് എൻക്വയറി വരുമ്പോൾ അവിടെ ആ സ്ഥലത്തൊരു സ്കൂൾ ഉണ്ടാകണം. അത് കഴിഞ്ഞ് പേഴ്സണൽ ഗെയിൻ, ഇപ്പം ഈ ഫണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിക്കെതിരെ പരാതിയുണ്ട്, കേസുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് മാർക്കാണ്. അപ്പൊ അതിലെല്ലാം പറയേണ്ടി വരും. അപ്പൊ ഇതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന കാര്യമുണ്ട്. അപ്പോൾ അത് ഏറ്റെടുത്താൽ അത് സർക്കാർ സംവിധാനത്തിലേക്ക് പോകും എന്നുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. കേരളത്തിൽ എന്തായാലും BJPക്ക് ഇതിന് കുറെ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും. അനന്ത, അപ്പോ ഈ അങ്ങനെ ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ സമയത്ത്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതിൽ തന്നെ കേരളത്തിൽ ഇതൊരു പ്രശ്നമാകുമെന്ന് BJPക്ക് അറിയാമായിരുന്നില്ലേ? അതുകൊണ്ട് ആ ഒരു സമയത്ത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കൊണ്ടുവന്നത് BJP വേണ്ടത്ര ആലോചന ഇല്ലാതെ ചെയ്തു പോയതാണോ? ഇതിനകത്ത് BJP വേണ്ടത്ര ആലോചനയുടെ ആണോ എന്നുള്ളതിനപ്പുറം ഇപ്പൊ ആര്യ പറഞ്ഞതിൽ, ആര്യ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിലെല്ലാം കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് അല്ല, ഇത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് ആണ്. അതിലെന്താണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇത്രയും പേടിക്കാനുള്ളത് എന്നുള്ളതാണ്. ഇത് ഒരു ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് വരുന്ന സംഭാവനകൾ നിയന്ത്രിക്കാനുള്ള സംവിധാനമല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഈ രജിസ്ട്രേഷൻ, അതിന്റെ ലൈസൻസ് റദ്ദായാൽ ഈ സ്വത്ത് കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് എടുത്ത് ഒരു അതോറിറ്റി, ഒരു സമിതി രൂപീകരിക്കും എന്നുള്ളൊരു ക്ലോസ് ആണ് അതിനകത്ത്. അതെ, സർക്കാരിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്നത് അതിനകത്ത് ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് ഇത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇതുവരെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ലൈസൻസ് റദ്ദായാൽ ഈ ഫണ്ട് എന്ത് ചെയ്യണം, ഈ സ്വത്ത് എന്ത് ചെയ്യണം. അതിനപ്പുറം മറ്റൊന്ന്, ഒരുപാട് രാജ്യത്ത് ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്ക മാറ്റി വെക്കട്ടെ. ഈ ക്രിസ്ത്യൻ അതോറിറ്റികൾക്ക് മാത്രമല്ല ഈ വിദേശ ഫണ്ട് വരുന്നത്. പല NGO സംഘടനകൾ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ അടുത്തിടെ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫോറിൻ മണി വന്നു, അത് മറ്റ് ചില വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി തെളിവുകൾ ലഭിച്ചു. അതിന്റെ പേരിൽ അറസ്റ്റ് മണിപ്പൂരിലുണ്ടായിട്ടുണ്ട്. അമേരിക്കൻ പൗരനടക്കം അറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറ്റ് എന്തിന്റെയെങ്കിലും പേരിൽ, ഇപ്പോൾ ഒരു ആതുര സേവനത്തിന്റെ പേരിലൊക്കെ വരുന്ന ഫണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? ഇത് ഒരു സംഘടനയുടെ പേരിൽ വരുന്നു, ആ സംഘടന ഉണ്ടോ എന്നറിയണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകൾ BJP
അട്രാക്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് UDF ബാധിക്കും എന്നൊക്കെയുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഈ വെറുതെ ഒരു ആശങ്ക ഇപ്പോൾ സാധാരണ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായാലും ഒക്കെ മണിപ്പൂരിലുള്ള വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ കത്തിപ്പടരുന്നത് കാണാം ഇലക്ഷൻ ആകുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ അത്തരം ആൾക്കാർക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി കിട്ടിയ ഒരു ആയുധം എന്നതിനപ്പുറം ഇത് ഒരു പക്ഷേ ക്രിസ്ത്യൻ മത വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ആശങ്കയാവാനുള്ള സാധ്യത കുറവാണ്. അവർ കാര്യങ്ങൾ പത്രം വായിക്കുന്നവരാണോ എല്ലാവരും, അപ്പോൾ അവർക്ക് അതൊരു ആശങ്ക ഉണ്ടാവും. ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു ക്ലാരിറ്റി ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നിപ്പം കേന്ദ്രമന്ത്രി അവസാനം പറയുന്നത് ഇനി ഒരു ചർച്ചയില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ക്ലാരിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞു റിന്യൂ ചെയ്യാൻ പോകുമ്പം ഒരു സർക്കാർ സംവിധാനം, കേന്ദ്ര സർക്കാരിന് ഹോൾഡുള്ള ഒരു പേഴ്സൺ ആണ് അത് തീരുമാനിക്കുന്നത്. ആ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അല്ല, ഫണ്ട് ഇന്ത്യയിലേക്ക് അധികാരം എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഇവരുടെ പ്രശ്നം ഇപ്പൊ നേരത്തെ നിങ്ങളെല്ലാം മതപരിവർത്തനം എന്ന് പറഞ്ഞു. മതപരിവർത്തനത്തെ അല്ല ഇതിനകത്ത് ഈ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരുന്നത്, നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി വിദേശ ഫണ്ട്, ആ പണം അവർക്ക് കൊടുത്തുകൊണ്ട് പണം കൊണ്ട് അട്രാക്ട് ചെയ്ത് മതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ പരിശോധിക്കപ്പെടണ്ടേ?